കുഞ്ഞുമണിയെ കുട്ടിമണിക്ക് കൊടുക്കുന്ന സീത. അച്ഛനെ കാണണമെന്ന് വാശി പിടിക്കുന്ന മതികലയുടെ പെരുമാറ്റത്തിൽ മഹാദേവൻ തമ്പിക്ക് സംശയം. കട വീണ്ടും തുറക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് രവി ബാലനോട് പറയുന്നു. തുടർന്ന് കാണുക. ബാലൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും. കൂടപ്പറപ്പുകളുടെയും കൂടെയുള്ളവരെയും സന്തോഷവും സമാധാനവും അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നീ ഒരു തുറന്ന പുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയാം. നിന്റെ മനസ്സിന്റെ നന്മയുടെ നിഴലിലാണ് ഈ വീട് നിൽക്കുന്നത്. എന്തായാലും ചോദിക്കാതെ തന്നെ രവി സഹായിക്കാന്ന് പറഞ്ഞല്ലോ. അത് അവന്റെ മനസ്സിലെ നന്മ. ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് തന്നെ പുണ്യമാണ്. ദിവസങ്ങൾ കഴിയും തോറും ആവശ്യങ്ങൾ കൂടി വരികയല്ലേ. എല്ലാറ്റിനും രവി ആശ്രയിക്കാൻ ഒക്കത്തില്ലല്ലോ. കട തുടങ്ങിയ ഒരു ആശ്വാസമാവും. പിന്നെ മനസ്സുജനം കൂടി ഒരു ജോലി ശരിയാവണം. എല്ലാം മംഗളമായി നടക്കും മോനെ. ഇത്രയൊക്കെ എത്തിച്ച ദൈവം ഇനിയും കൈപിടിച്ച് നടത്തും. അതും ഇതും ആലോചിച്ച് സമയം കളയാതെ നീ കിടക്കാൻ നോക്ക്. വാപ്പച്ചിയമ്മേ. നമ്മുടെ കുട്ടാപ്പു ഉറങ്ങിക്കോട്ടോ. രവി വിളിച്ചു ബാംഗ്ലൂരിൽ നിന്ന്. എന്താ വിശേഷിച്ച്? അവിടെ എന്ത് വിശേഷം? ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വിളിച്ചതാ രവി. നീ കുഞ്ഞുമണിയെ കുട്ടിമണിക്ക് കൊടുത്തെന്ന് പറഞ്ഞപ്പം രവിക്ക് വലിയ സന്തോഷമായി. പിന്നെ കട തുടങ്ങാനുള്ള പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു രവി. എങ്ങനെ കട തുടങ്ങുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറയുകയായിരുന്നു. ഇടയ്ക്കൊന്ന് മാറിപ്പോയെങ്കിലും വയലോരം വീട്ടിലെ പഴയ രവി തന്നെയാവൻ. അതങ്ങനെയല്ലേ വരൂ. ബാലേട്ടന്റെ സ്നേഹവും തണലും പറ്റി വളർന്നവർക്ക് ഒരു പരിധി വിട്ട് മാറാൻ പറ്റുമോ? അതെന്റെ മാത്രം എടുക്കല്ല സീതേ. അച്ഛനമ്മമാരുടെ സുഹൃതം കൂടിയാ. അവരിൽ നിന്ന് കിട്ടിയത് ഒപ്പമുള്ളവർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു ഞാൻ. ഞാൻ എന്നും ജീവിച്ചത് എൻ്റെ അനിയനും അനിയത്തിക്കും വേണ്ടിയാ. കയ്യിലൊന്നും മിച്ചം പിടിക്കാതെയാ ഞാൻ അവർക്കെല്ലാം കൊടുത്തത്. കൊടുത്തതൊന്നും വെറുതെ ആയില്ലല്ലോ. ഇനിയൊക്കെ ബാലേട്ടന് തിരിച്ചു കിട്ടും. കുഞ്ഞുമണിയും കുട്ടാപ്പവും വളരുകയല്ലേ. കുട്ടികൾ വളരും തോറും ചെലവ് കൂടും. അപ്പോൾ ഒരു വരുമാനമാർഗം ഉണ്ടായി തീരൂ. അതിപ്പോ കട തന്നെ ആയത് നന്നായി. ബാലേട്ട, ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുകയും കടയുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതിനിടയിൽ രവിയുടെ കാര്യം എന്തേലും സൂചിപ്പിച്ചോ? രവിയുടെ എന്ത് കാര്യം? രവി ഇപ്പോഴും തമ്പിസാറിന്റെ മരുമകനായിട്ടാണല്ലോ ബാംഗ്ലൂരിൽ നിൽക്കുന്നത്. ആ നിലയ്ക്ക് മതികല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും രണ്ട് ലോകത്താണെങ്കിലും അവരിപ്പോഴും നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരാ. മതികലയെ നമുക്ക് മറക്കാം. പക്ഷെ രവിയുടെ ഭാവി, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാതിരുന്നിട്ടില്ല. അക്കാര്യം പറയുമ്പോഴൊക്കെ രവി വഴുതി മാറും. മതികല ഭ്രാന്താശുപത്രിയിലല്ലേ. അതവള് സ്വയം വരുത്തി വെച്ച വിന. അതിന്റെ പേരിൽ രവിയുടെ ജീവിതം പാഴാക്കി കളയേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു സമയം ഒത്തുവരും. അപ്പൊ രവിയോട് ഇക്കാര്യം വിശദമായിട്ട് സംസാരിക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവസാന തീരുമാനം രവിയുടേതാണല്ലോ. ഞാനിപ്പോൾ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ഓലത്തുമ്പത്തിരുന്നു ചെല്ലപ്പങ്കിളി എന്റെ ബാലകോലാവനെ. കോലാവി 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 ബാലകോലാവിയെ എന്നെ ജയിപ്പിച്ചുമ്പോ പാരടി ചൊക്കന. അമ്മ സോപ്പ് തേപ്പിച്ചേരാവേ. മനുഷ്യ സോപ്പ് തേപ്പിക്കട്ടെ. കുട്ടീനെ തേച്ചു കൊടുക്ക്. പിടിച്ചാണേ കുഞ്ഞുമണി. എന്റെ ബാലകോലാവിയെ സോപ്പ് തേപ്പിച്ചുമ്പോ പാരടി. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫോൺ എടുത്താ മതി. നോക്കട്ടെ. ഓ പിച്ചള. പിച്ചള. ഓ കുഞ്ഞു. ഓ നിന്റെ അച്ഛ അങ്ങ് പോട്ടെ. നിനക്ക് നിന്റെ അമ്മയുണ്ട് കേട്ടോ. എന്റെ ബാലകോലാവിയെ സോപ്പ് തേപ്പിച്ചുമ്പം പാരടി. തണുക്കുന്നോ എന്റെ മോക്ക് തണുക്കുന്നോടി. എന്താ കുട്ടിമണി കാണിക്കുന്നേ? ഞാനേ കുഞ്ഞുമണിയെ കുളിപ്പിച്ചു.
ദൈവമേ, തല നനച്ചു. കുഞ്ഞിന് പനി വരുമല്ലോ. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഈ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാൻ. തല നനഞ്ഞ് വെള്ളം ഇറങ്ങിയ പിന്നെ അത് മതി. കത്തിക്കാനുള്ള വിറവ് വരെ അടുത്ത പറമ്പിൽ ഇന്ന് കൊണ്ടുവരേണ്ട കാലമായി. അപ്പച്ചമ്മ, ഇവരെനിക്ക് ഒരു വിലയില്ല. ഞാൻ എങ്ങോട്ടേലും പോവാ. അയ്യോ, എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നോ? അതിനിവിടെ എന്തുണ്ടായി മോളെ? ഞാനും മനുഷ്യനും കൂടി കുഞ്ഞുമനെ കുളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നേ. പെട്ടെന്ന് വല്യച്ഛൻ വന്ന് കുഞ്ഞുമനെ എടുത്തോണ്ടങ്ങ് പോയി. അയ്യോ, അതെന്തിന്? ഞാൻ നല്ല വൃത്തിയിൽ കുഞ്ഞുമനെ കുളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പഴാ വല്യച്ഛൻ വന്നത്. വല്യച്ഛക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെ തോന്നുന്നു എനിക്ക്. അങ്ങനെ ഒന്ന് ചിന്തിക്കാതെ മക്കളെ. വല്യച്ചയ്ക്ക് മോളോട് ഒരു ദേഷ്യവും ഉണ്ടാകാനിടയില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കുഞ്ഞുമനെ എടുത്തോണ്ട് പോയത്? എനിക്ക് എത്ര വിഷമായെന്നറിയോ? മോള് സമാധാനിക്കും. വല്യച്ചോട് ഞാൻ ചോദിച്ചോളാം. കുഞ്ഞുമണി അവിടെ കുളിപ്പിച്ചു കഴിഞ്ഞോ? അയ്യോ, തോർത്തെന്റെ ലൈപ്പല്ലോ. ആ, അതിന്റെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. കുട്ടിമണി കുഞ്ഞുമണിയെ കുളിപ്പിക്കുന്നതിനിടയിൽ സീത എന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. അതെപ്പോ? ഓ, കുളിപ്പിക്കാൻ ഞാനും കൂടെ ഉണ്ടായിരുന്നു. പിച്ചളുടെ ഫോൺ വന്ന് മാറിയപ്പോഴായിരിക്കും ഇത് സംഭവിച്ചത്. കുട്ടു, അതൊന്നും സാരമില്ല കുട്ടു, പോട്ടെ. അങ്ങനെ പോട്ടെന്ന് വെക്കാനൊന്നും പറ്റത്തില്ല. മനുഷ്യന്റെ കയ്യിൽ നിന്ന് കുഞ്ഞുമണിയെ വാങ്ങിച്ചോണ്ട് പോയിരുന്നെങ്കിൽ മനുഷ്യന് വിഷമം ഉണ്ടാവില്ലായിരുന്നോ? അത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും സീത കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. അല്ലാതെ നിന്നെ വേദനിപ്പിക്കാനായിട്ട് സീത ഒന്നും ചെയ്യില്ല. അതെ, കുട്ടാപ്പൂനെ പോലെ തന്നെ സീതയുടെ പ്രിയപ്പെട്ടതാ നമ്മുടെ കുഞ്ഞുമണിയും. നിങ്ങൾ എല്ലാവരും വല്യച്ഛന്റെ സൈഡാ അല്ലേ? എന്റെ വിഷമം കാണാൻ ഇവിടെ ആരുമില്ല. അങ്ങനെ പറയല്ലേ മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ? നീ കഴിഞ്ഞിട്ടേ ഇവിടെ ഉള്ളവർക്ക് എന്തുള്ളു. നിന്റെ വരവിനായി മനസ്സുരുകി പ്രാർത്ഥിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവരാണ് ഞങ്ങളെല്ലാവരും. ആ ഞങ്ങള് നിന്റെ വിഷമം കാണാതിരിക്കോ? ഞങ്ങൾ മാത്രമല്ല, ശാരദയും അച്യുതനും കാണുന്നുണ്ട് എല്ലാം. മോളുടെ മനസ്സ് വേദനിച്ചാൽ അവർക്കും വേദനിക്കും. അതുകൊണ്ട് മോക്ക് വിഷമം ഉണ്ടാകുന്നതൊന്നും സംഭവിക്കാതിരിക്കാൻ ശാരദയുടെയും അച്യുതന്റെയും തുണയും ഉണ്ടാകും എന്നും. അസ്ഥിത്തറയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിന്റെ കാര്യം പറയാറുണ്ട്. രണ്ടാളും ഇങ്ങോട്ട് ചോദിക്കാറുമുണ്ട്. ആ അനുഗ്രഹം മാത്രം മതി എല്ലാം ശരിയാകാൻ. എല്ലാം ശരിയാവും മോളെ. കുഞ്ഞുമണിയെ കുട്ടുവിന് കൊടുത്തെങ്കിലും സീതയുടെ ഉള്ളിലെ പിടച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. കുട്ടു കുഞ്ഞുമണിയെ നന്നായി നോക്കുന്നുണ്ടെന്നുള്ള ആദ്യം കൊണ്ടാ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. സീതയുടെ കണ്ണും മനസ്സും ഇപ്പോഴും കുഞ്ഞുമണിയുടെ പിന്നാലെ തന്നെയാ. മോൻ ഫോൺ ചെയ്യാനായി മാറിയപ്പം സീത കണ്ടത് കുട്ടിമണി കുഞ്ഞിനെ ഒറ്റയ്ക്ക് കുളിപ്പിക്കുന്നതാവും. അതിന്റെ വേവലാതിയിൽ കുഞ്ഞിനെ വാങ്ങിച്ചതായിരിക്കും. അല്ല, ഒരു കണക്കിന് സീതയും കുറ്റം പറയാനാവില്ല. എല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അച്യുതാ, ശാരദേ, നിങ്ങളുടെ അനുഗ്രഹം എന്നും എൻ്റെ കുട്ടിയുടെ മേലുണ്ടാവണേ. നിങ്ങൾ വേണം അവളെ നേർവഴിക്ക് നടത്താൻ. മോളെ, മോളെ, അമ്മയ്ക്ക് സന്തോഷായി മോളെ. ഇനി ആരെക്കൊണ്ടും മോശം പറയിപ്പിക്കരുത്. ഇല്ലമ്മേ, എനിക്കിപ്പോ സൂക്കേടൊന്നുമില്ല. ഞാനിപ്പോ നല്ല കുട്ടിയാ. എനിക്കറിയാം. അതെ, അമ്മയ്ക്ക് അവിടെ സുഖാണോ? മോളുടെ സുഖം അമ്മയുടെ സുഖം. എവിടെയായിരുന്നാലും മക്കള് സന്തോഷത്തോടെയാണെന്ന് കേട്ടാ ഏതൊരു അമ്മയുടെയും മനസ്സ് നിറയും. നശിച്ച കണ്ടം പൂച്ചല്ലേ അമ്മേ. അവനെന്റെ കൈ കിട്ടിയ തല്ലു കൊല്ലും ഞാൻ. അതിന്റെ പിറകെയൊന്നും പോണ്ട മോളെ. തെറ്റ് ചെയ്തവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷ കിട്ടും. അത് ദൈവം കൊടുത്തോളും. ആ, ഞാനേ മാടനപ്പൂപ്പനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാടനപ്പൂപ്പനെ ശിക്ഷ കൊടുത്തോളും. അതൊന്നും അല്ല മോളിപ്പോ ചിന്തിക്കേണ്ടത്. പിന്നെന്താ അമ്മേ?
മോളിപ്പോ ഒറ്റയ്ക്കല്ല, ഒരു കുഞ്ഞുകൂടിയുണ്ട്. കുഞ്ഞുമണിയെ നല്ലപോലെ നോക്കണം. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ വല്യേച്ചിക്ക് ഇപ്പോഴും ഞാൻ കുഞ്ഞുമണിയെ നന്നായിട്ട് നോക്കുന്നില്ല എന്നുള്ള പേടിയോ? അതൊക്കെ മാറിക്കോളും. മോൾ ഉത്തരവാദിത്വങ്ങളും കടമകളും എല്ലാം നന്നായിട്ട് ചെയ്യ. അപ്പോ എന്റെ മോളെ എല്ലാവരും വിശ്വസിക്കും. നടപ്പിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ പക്വത വരുമ്പോ എല്ലാവരും താനെ അംഗീകരിച്ചോളും. അമ്മ കണ്ടോ, ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറാൻ പോവാ. പക്ഷെ അമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണേ. അമ്മ എപ്പോഴും ഉണ്ട് എന്റെ മോളുടെ കൂടെ. അത് മതി. പിന്നമ്മേ, പിന്നെണ്ടല്ലോ, ഞാനിപ്പോ നല്ല കുട്ടിയാ. ഞാനിപ്പോ ഒരു വഴക്കം ഉണ്ടാക്കത്തില്ല, ഒരു കുസൃതിയില്ല. ഇല്ലില്ല. അങ്ങനെ ഒരിക്കലേ ചെയ്തുള്ളൂ. സീതേ, സീതേ, ഇതാ നല്ല വിശപ്പുണ്ട്, നീ ചോറെടുത്ത് പോയി. ബാലേട്ട, എന്താ? കുട്ടിമണിയുടെ അസുഖം പൂർണ്ണമായി മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഇങ്ങനെയുള്ള അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവില്ല. അതിന്റെ ഒരു അംശം എപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ടാവും. അത് പുറത്തു വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ബാലേട്ട. കുഞ്ഞുമണി അവിടെ കുട്ടിമണിക്കൊപ്പമാ കിടക്കുന്നത്. അതിനെന്താ? കുട്ടിമണിയുടെ സിജന്റെ അടുത്തല്ലേ കുഞ്ഞുമണി കിടക്കേണ്ടത്? നീ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടി സ്വസ്ഥത കളയല്ലേ? അതല്ല ബാലേട്ട, ഇന്ന് കുട്ടിമണി കിണറ്റിനടുത്ത് വെച്ച് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ അത് പഴയ കുട്ടിമണിയായിരുന്നു. ബാലേട്ട, കുഞ്ഞുമണി എടുത്തോണ്ട് വന്ന് നമ്മുടെ അടുത്ത് കിടത്താൻ ബാലേട്ട. സീതേ, എന്ത് മണ്ടത്തരം നീ പറയുന്നത്? എല്ലാം ശരിയായി വരുമ്പോ നീ ആയിട്ട്. കുട്ടിമണിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കുഞ്ഞുമണിയോടുള്ള നിന്റെ അതിര് കവിഞ്ഞ സ്നേഹവും ആദ്യം കൊണ്ട് തോന്നുന്നതാ ഇതൊക്കെ. കുട്ടിമണിയുടെ മനസ്സിന് ഉലച്ചിൽ തട്ടുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്റെ ചൂടും ചൂരും ഏറ്റാ കുഞ്ഞുമണി വളർന്നത്. ഞാൻ അടുത്തില്ലെങ്കിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. 2 മക്കളുടെ അമ്മയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇപ്പൊ ഈ വേർതിരിവ്? സീതേ, ഭഗവാൻ കൃഷ്ണനെ പ്രസവിച്ചത് ദേവകിയ. എന്നാ കൃഷ്ണൻ പിച്ചുവെച്ച് നടന്നതോ യശോദയുടെ അടുത്തു. യശോദയ്ക്ക് ഒന്നിലും വേർതിരിവുണ്ടായിരുന്നില്ല. തന്റെ കർമ്മം നിർവഹിക്കുകയായിരുന്നു ആ അമ്മ. ഇവിടെ കുഞ്ഞുമണിയെ കുറച്ചു കാലം സ്വന്തം മോളെ പോലെ നോക്കണം എന്നുള്ളത് നിന്റെ നിയോഗമായിരുന്നു. ആ കടമ നീ നല്ല ഭംഗിയായിട്ട് ചെയ്തു. എല്ലാം നല്ലതിനാ സീതേ. നീ വാ വാ. അച്ഛാ, അച്ഛാ, നിങ്ങളോ? നിങ്ങൾ എന്തിനാ വന്നത്? ഞാൻ എന്റെ അച്ഛനെ കാത്തു നിൽക്കുവോ? അച്ഛൻ അയാൾ വരാനൊന്നും പോകുന്നില്ല. ആഹാ, അത് പറയാൻ നിങ്ങളാരാ? വരൂന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാ. മോളെ, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ. ആനമണ്ടത്തരം പറയുന്നു. അതെങ്ങനാ ഒരാള് തന്നെ അച്ഛനും അമ്മയാവുന്നേ? അച്ഛൻ വേറെ, അമ്മ വേറെ. ആ, എനിക്ക് അച്ഛനെയാ വേണ്ടത്. അച്ഛൻ വന്നിട്ട് വേണം ഇവിടെ പല പരിപാടികളും നടപ്പിലാക്കാൻ. വേറൊരാളെ അതിൽ കൂട്ടില്ല. നോക്കിക്കും, ചതിയന്മാരാ ചുറ്റും. ദേ, നിങ്ങൾ ഉൾപ്പെടെ ചതിയന്മാരാ. അതെ, ഡോക്ടറെ ഡോക്ടറെ, എന്റെ അച്ഛൻ എന്താ വരാത്തെ? അച്ഛനെ തന്നെയാ ഞാൻ വിളിക്കുന്നത്. കിട്ടുന്നില്ല. കിട്ടുന്നില്ലെന്നോ? അതെന്താ കിട്ടാത്തെ? പരിധിക്ക് പുറത്താണെന്നാ പറയുന്നത്. അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ മനുഷ്യൻ എന്നും പരിധിക്ക് പുറത്തായിരുന്നു. ഡോക്ടർ വെറുതെ നുണ പറയുക. എന്റെ അച്ഛനെ അങ്ങനെ കിട്ടാതിരിക്കത്തൊന്നും ഇല്ല. ഞാൻ എന്തിനു നുണ പറയണം?
ഞാനല്ലേ തമ്പി വിളിച്ച് വരാൻ പറഞ്ഞത്. ഛെ, ഇപ്പോഴും അത് തന്നെ പറയുന്നത്. ടെൻഷൻ ആവണ്ട, തമ്പി എത്തും. ബാംഗ്ലൂരിൽ നിന്ന് വരേണ്ടല്ലേ. പിന്നെ ഇവിടുത്തെ നെറ്റ്വർക്ക് സംവിധാനം അതിന്റെ പ്രശ്നമാണ്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. കാക്കിക്കും പരുന്തിനും കൊടുക്കാതെ ഓമനിച്ചു വളർത്തിയ എന്നെക്കാൾ വലുത് നിനക്കിപ്പോ അയാളാണല്ലേ. നിന്റെ എല്ലാ പിടിവാശിക്കും കൂട്ടുനിന്ന എന്നെ നിനക്ക് വേണ്ടല്ലേ. നീ അനുഭവിക്കും. അയാള് വന്നാൽ നിന്റെ നാശം തുടങ്ങിയെന്ന് കൂട്ടിക്കോ. നോക്കിക്കോ, എന്റെ അച്ഛൻ വരും. അച്ഛനാ എനിക്ക് ഏറ്റവും വലുത്. എന്തിനു മോളു? എന്റെ പൊന്നു മോള് ഉറങ്ങിക്കോ. എടി കുഞ്ഞുമണി, നീ ഇതുവരെ ഉറങ്ങിയില്ലടി? കള്ളിപ്പെന്നെ ഉറങ്ങുന്നില്ല മനുഷ്യ. എന്നാലും ഞാൻ തന്നെ ഉറക്കല്ലേടാ. നിന്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. നമുക്ക് ഇറങ്ങാം. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. അവരൊക്കെ ഉറങ്ങടാ. ഉറങ്ങിക്കോ വാവ, ഉറങ്ങിക്കോ 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 ഉറങ്ങിക്കോ. അയ്യോ നീ നോക്കിയ മനുഷ്യ, കൊല്ലിപ്പെന്നെ. അല്ല മനുഷ്യ, ഈ ഉറങ്ങുമ്പോ എല്ലാരും സ്വപ്നം കാണാറില്ലേ? അപ്പൊ കുഞ്ഞുമണി എന്ത് സ്വപ്നവും കാണുന്നുണ്ടാവുക? അതിപ്പോ കുഞ്ഞുമണി കാണുന്ന സ്വപ്നം നമ്മൾ എങ്ങനെ അറിയാനാ കുട്ടു? അതൊക്കെ അറിയാൻ പറ്റും. ഞാൻ പറയട്ടെ. എന്റെ മനസ്സിനെയാ കുഞ്ഞുമണി സ്വപ്നം കാണുന്നത്. മനുഷ്യ, ഈ കുഞ്ഞുമണിയെ നമുക്ക് സ്കൂളിൽ ചേർക്കണ്ടേ? ചേർക്കണം. അതിനൊന്നും ആയിട്ടില്ലല്ലോ. ആദ്യം നമ്മുടെ കുഞ്ഞുമണി ഒന്ന് നടക്കാറാവട്ടെ. അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവത്തില്ല. എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചു വെക്കണം. അല്ലേടി? നമ്മുടെ കുഞ്ഞുമണിക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. മനുഷ്യ, കുഞ്ഞുമണി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാവേ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ? അവിടെ പഠിച്ചാലേ കുഞ്ഞുമണിക്ക് വലിയ ആളാവാൻ പറ്റൂ. എല്ലാരെക്കാളും വലിയ ആളാവണം എന്റെ പൊന്നുമോള്. അതൊക്കെ ആവും. അതിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. എവിടെ പഠിക്കുന്നു എന്നല്ല, എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ വളരുന്നു എന്നുള്ളതാ പ്രധാനം. കുട്ടു, അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂള്. ഞാനോ? കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ എന്താ വിളിക്കുന്നേ? എന്താ? അമ്മേന്ന്. അവിടം തൊട്ട് തുടങ്ങുന്നു കുഞ്ഞുങ്ങളുടെ പഠനം. അതിരിക്കട്ടെ, കുഞ്ഞുമണി കുട്ടുവിനെ എന്ത് വിളിക്കുന്നതാ ഇഷ്ടം? അമ്മയെന്ന് വിളിക്കുന്നതോ അതോ മമ്മിന്ന് വിളിക്കുന്നതോ? എനിക്ക് അമ്മയെന്ന് വിളിക്കുന്ന. എന്നെ അമ്മയെന്ന് വിളിച്ചാ മതി. അമ്മയെന്നും അച്ഛാന്നുള്ള വിളി കിട്ടുന്ന സുഖം മറ്റൊന്നിനും കിട്ടില്ല. അതിന് മലയാളം പഠിച്ച് മണ്ണി ചവിട്ടി വളരട്ടെ. എന്താ ചേച്ചി? ഒന്നുമില്ല, വെറുതെ. കുഞ്ഞുമണി ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. കുട്ടാപ്പ് ഉറങ്ങിയോ? ഉറങ്ങി. വലിയച്ചി, കുഞ്ഞുമണിയെ മലയാളം മീഡിയത്തിൽ ചേർത്താ പഠിപ്പിക്കുന്നെ. കുട്ടാപ്പൂനെ അവിടെ തന്നെ പഠിപ്പിച്ചാ മതി കേട്ടോ. സിജ, കുഞ്ഞുമണി ഒന്ന് ശ്രദ്ധിച്ചോണേ. അതെന്താ കുഞ്ഞുമണിയെ ശ്രദ്ധിക്കണമെന്ന് വലിയച്ചി മനസ്സിനോട് പറഞ്ഞേ? ഞാൻ എന്താ ശ്രദ്ധിക്കുന്നില്ലേ? പിന്നെന്താ? അത് വലിയച്ചി വെറുതെ പറഞ്ഞതാ കുട്ടു. ഞാനിവിടെ ഉണ്ടാവുമ്പോ എന്നോട് പറയാതെ മനസ്സിനോട് പറഞ്ഞത് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ? അയ്യോ, അങ്ങനൊന്നും അല്ല കുട്ടു. കുട്ടുവിന് ഇവിടെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. അല്ല, എനിക്ക് എല്ലാം അറിയാം. എന്റെ കുട്ടു, ഇങ്ങനെ തൊട്ടാവടി ആവാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് പിണങ്ങാനും പാടില്ല. എല്ലാ കാര്യത്തിനും ക്ഷമയും പക്വതയും കാണിക്കണം. അമ്മ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു. എന്നിട്ടാണോ ഇങ്ങനെ കാണിക്കുന്നേ? അത് വല്യേച്ചി എന്നെ കണക്കിലെടുത്തില്ല എന്ന് തോന്നിപ്പോയി, അതാ. അങ്ങനെയൊന്നും തോന്നേണ്ട ഒരു കാര്യമില്ല കുട്ടു. കുട്ടു കഴിഞ്ഞിട്ടേ ഈ വീട്ടിൽ വേറെ ആരും ഉള്ളൂ. അതെ, അധികം സംസാരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുമണി ഉറങ്ങത്തില്ല. അതുകൊണ്ടേ
നമുക്കേ കുഞ്ഞുമണി ഉറക്കാം കേട്ടോ. ഉറങ്ങിക്കോ. വാവാവോ 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 കുഞ്ഞുമണി വാവാവോ അച്ഛന്റെ മോൾ വാവാവോ അമ്മയുടെ മോൾ വാവാവോ. അച്ഛാ അച്ഛാ, അതെ, ചുറ്റിലും ദുഷ്ടന്മാരാ. ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല. എന്നെ പറ്റിച്ചവരുടെ ലിസ്റ്റേ അച്ഛന് ഞാൻ തരാം. ആരാണ് ശരി, ആരാണ് തെറ്റ്, അതൊന്നും എനിക്ക് അറിയാനാവുന്നില്ല. ആ, എല്ലാ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തരണേ. അച്ഛാ, ഒരാളെ കൊന്ന തൂക്കിക്കൊല്ലു അച്ഛാ? തൂക്കിക്കൊല്ലായിരിക്കും എന്താ വേണ്ടേ? അത് വെച്ച് എനിക്ക് പഠിപ്പിച്ചു തരണം. ആ, അങ്ങനെ ഇവിടെ വേണ്ടാത്ത സകലരെയും നമുക്ക് കൊല്ലണം. ഞാൻ കൊല്ലും, എനിക്കാരെയും പേടിയില്ല. അതെ, ഈ ലോകം ശരിയല്ല, ആകെ മൊത്തത്തിൽ മാറ്റിയെടുക്കണം. ഇതെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ അച്ഛനോടാ സംസാരിക്കുന്നത്. ദേ, കാണുന്നില്ലേ അച്ഛനെ? ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കുന്നു. ഓ, ഞാനും അച്ഛനും ഒന്നിച്ച് കഴിച്ചോളാം. നിങ്ങൾ ശല്യപ്പെടുത്താൻ ഒന്ന് പോയേ. അടക്കിയ അതെ, എനിക്ക് അച്ഛന്റെ കൈ കൊണ്ട് തന്നെ വാരിത്തരണം, എന്നാലേ ഞാൻ കഴിക്കൂ. കഴിക്കാം. മോളെ, എന്താ സീതേ? കുഞ്ഞുമണിക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് ബാലേട്ടൻ. എന്താ ആപത്ത്? ഒന്നുമില്ല. സിജന്റെയും കുട്ടിമണിയുടെയും കൂടെ കുഞ്ഞുമണി സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടതല്ലേ നീ? പിന്നെ എന്ത് പറ്റാനാ? കുഞ്ഞുമണി എടുത്തോണ്ട് പോയി. നമുക്കൊന്ന് പോയി നോക്കാം ബാലേട്ട. സീതേ, എന്തോ പറ്റിയിട്ടുണ്ട് ബാലേട്ട, എനിക്ക് ഉറപ്പാ. എന്റെ കൈയും കാലും വിറക്കിയ. സിജ, സിജ, ഒന്ന് വാതിൽ തുറന്നേ. സിജ. ആ, സിജ,
എന്താ എന്താ ബാലേട്ടാ? അത് സീത എന്തോ സ്വപ്നം കണ്ടു. സിജന്റെ ഉറക്കം പോയില്ലേ? സീതയുടെ ഇതിൽ ആദ്യം മാറിയല്ലോ, അത് മതി. ഇതിവിടെ തീർന്നു. ആരോടും പറയാനോ അറിയിക്കാനോ നിൽക്കണ്ട. സിജൻ കിടന്നു. വാ സീതേ. സീതേ, നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. നേരെ ഒരുപാടായി. സീതേ, സിജൻ ഒട്ടും പിടിച്ചിട്ടില്ല. നോട്ടത്തിലും വർത്തമാനത്തിലും അതുണ്ട്. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ മറ്റുള്ളവർ ആവശ്യത്തിലധികം ആദ്യം കാണിക്കുന്നത് ആർക്കാണെങ്കിലും പിടിക്കത്തില്ല. അങ്ങനെ മറ്റുള്ളവരാണോ ബാലേട്ടാ ഞാൻ? എന്റെ ഉള്ളിൽ ആളി കത്തുന്ന തീ ആർക്കും കാണാൻ പറ്റൂല. ആ തീ നീ സ്വയം ആളി കത്തിക്കുന്നതാ. ഇപ്പൊ തന്നെ നീ കാണിച്ചതിന് എന്ത് ന്യായീകരണം ഉള്ളത്? കുഞ്ഞുമണിയെ നീ അത്രയധികം സ്നേഹിച്ചിരുന്നു, അതെല്ലാവർക്കും അറിയാം. ആ സ്നേഹം ഒരു വേദനയായി തീരരുത്. നിന്റെ ഇപ്പോഴത്തെ പോക്ക് ആ തരത്തിലാ. ഞാനായിട്ട് ആർക്കും ഒരു വേദന ഉണ്ടാക്കില്ല. സ്വയം വേദനിക്കാനാ സീതയ്ക്ക് എന്നും വിധി. സീതേ, നിനക്കായിട്ടൊരു വേദനയില്ല. നിന്റെ വേദനയും സങ്കടവും ഈ ബാലേട്ടന്റെ കൂടിയാണ്. പക്ഷേ നീ ഇപ്പൊ കാണിക്കുന്നത് തികച്ചും ബാലിശമാണ്. ആദ്യം നീ കുട്ടിമണിയെ വിശ്വാസത്തിലെടുക്കുക, പിന്നെ നിനക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. വയലോരം വീടിനെ മൂടിയുന്ന കാർമേഹങ്ങളെല്ലാം ഒഴിഞ്ഞ് ശാന്തത കൈവന്നിരിക്കുക. ഇവിടെ ഇപ്പോ നീ മാത്രമാ ഇത്തിരിയെങ്കിലും വിഷമിക്കുന്നത്, അതും ഒരു കാര്യമില്ലാതെ. ഒത്തിരി കണ്ണീരൊഴുക്കിയില്ലേ? മതി. കട തുറക്കാനുള്ള ഏർപ്പാടുകൾ നാളെ തന്നെ ചെയ്യണം. പിന്നെ ചോറൂണ്, സിജൻ ഒരു ജോലി, അങ്ങനെ കാര്യങ്ങൾ കുറേ ഉണ്ട് നടത്തിയെടുക്കാൻ. ബാലേട്ടന്റെ ബലം സീതയാ. തുഴ നഷ്ടപ്പെട്ട തോണി പോലെ ഉലഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. അതൊക്കെ നീ എന്നെ മനസ്സിലാക്കാതെ ഒറ്റപ്പെടുത്തി പോയപ്പോഴാ. ഇനി അങ്ങനെ ഉണ്ടാവരുത്. നീ കൂടെ ഉണ്ടെങ്കിൽ ബാലേട്ടൻ ഏത് കടലും നീന്തി കിടക്കും. സമയം ഒത്തിരിയായി. രാവിലെ എണീക്കേണ്ടതല്ലേ? വാ, വന്ന് കിടക്ക്. അച്ഛൻ വരും, വരാന്നല്ലേ പറഞ്ഞത്? വന്നേ പറ്റത്തുള്ളൂ അച്ഛൻ. വന്നിട്ട് വേണം എല്ലാരെയും കൊല്ലാൻ. കണ്ടോ, ഞാൻ ഒന്ന് വേഗം വരട്ടെ, എന്നിട്ട് കാണിച്ചു വരുന്നുണ്ട്. ഞാനും അച്ഛനും കൂടി മോളെ, ആരെയാ നീ നോക്കുന്നേ? അച്ഛനെ. അച്ഛൻ വന്നില്ലേ? അച്ഛൻ വന്നിട്ട് എന്നെ കൊണ്ടുപോയല്ലോ. ഓ, ഇവിടുന്ന് പോയിട്ട് വേണം ചിലരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ. അല്ല, വേണ്ട, വെടിവെച്ച് കൊല്ലണ്ട, തലക്കടിച്ചു കൊല്ലാം. അയ്യോ, ആരെയോ അങ്ങനെ തലക്കടിച്ചു കൊന്നല്ലോ. ആരെയാ അത്? അമ്മയ്ക്ക് പ്രാണവേദന, മോൾക്ക് വീണ വായന എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങള്. ആരാ വീണ വായിക്കുന്നേ? ഇവിടെ ആരും വീണ വായിക്കൊന്നും വേണ്ട. മോളെ, ആ ശിവയുടെ കേസൊക്കെ ഇല്ലാതായി. ആ കേസിൽ നിന്ന് തടിയൂരിയ പിച്ചള എന്റെ മുന്നിൽ വന്നു നിന്ന് കൊരച്ചു. കൊരച്ചോ? കൊരച്ചെങ്കിലേ ആ പട്ടിയെ തല്ലിക്കൊല്ലണം. കൊല്ലുന്ന എനിക്കിഷ്ടമാ. എന്റെ അച്ഛൻ വരട്ട് കേട്ടോ, കൊല്ലുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അല്ല, നിങ്ങളിപ്പോ എന്തോ പറഞ്ഞല്ലോ, എന്താ അത്? പിച്ചളയോ? പിച്ചളേക്കാൾ നല്ലത് സ്വർണ്ണമല്ലേ? എന്റെ അച്ഛൻ വന്ന എനിക്ക് ഇഷ്ടം പോലെ സ്വർണം കിട്ടും. അതീന്നേ ഒരാൾക്കും ഞാൻ ഇത്തിരി പോലും തരത്തില്ല.
ആനക്കാര്യത്തിനിടയ്ക്കാ ചേനക്കാരി. ശിവയുടെ കേസ് നമുക്കൊന്നുകൂടി കുത്തിപ്പൊക്കണ്ടേ മോളെ? ആ മനസ്സിജനെ അകത്താക്കിയോ ഒക്കൂ. ആ അത് കൊള്ളാം. ആ, അത് നല്ലതാ. എല്ലാവരെയും അകത്താക്കണം. എന്റെ അച്ഛൻ വരട്ടെ, കാണിച്ചു തരാം ഞാൻ. എന്തു പറഞ്ഞാലും ഒരച്ഛൻ. അയാള് വരാനൊന്നും പോകുന്നില്ല. അതെ, ഒന്നിങ്ങി വന്നേ. വാ. എന്താ മോളെ? അതെ എടി, അച്ഛൻ വരില്ല എന്ന് പറഞ്ഞാലേ കൊല്ലും ഞാൻ. കൊല്ലും ഞാൻ നിന്നെ. എന്താ എന്താ ഇവിടെ പ്രശ്നം? അതെ, ഇവര് പറയാ എന്റെ അച്ഛൻ വരില്ല എന്ന്. കൊല്ലണ്ടേ ഇവരെ? സമാധാനിക്ക്, അച്ഛൻ വരും. മിസ്റ്റർ തമ്പി ഫോണിൽ കിട്ടി. ഗുഡ് ന്യൂസ് ഫോർ യു. മിസ്റ്റർ തമ്പി നാളെ ഇവിടെ എത്തും. എനിക്ക് പറയേണ്ട കാര്യമില്ല, എങ്കിലും പറയുക. മിസ്റ്റർ തമ്പി വരുമ്പോ നിങ്ങൾ ഉടക്കൊണ്ടാക്കരുത്. നിങ്ങളുടെ സ്വഭാവത്തിന് എന്തും ചെയ്യും. അതുകൊണ്ടാ മുൻകൂട്ടി സൂചിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ ഇന്നുവരെ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, കോട്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അവസാനമായിട്ട് ഞാൻ പറയുക, മകളോട് ഇത്തിരിയെങ്കിലും കരുണയുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ അത്ഭുതമാണ് മതികലയിൽ ഉണ്ടായിരിക്കുന്നത്. അത് തട്ടിക്കളഞ്ഞാൽ പിന്നെ ഇനിയൊരു ചാൻസ് ഉണ്ടായെന്ന് വരില്ല. എന്തിനാ? അതെ, രാത്രി സുഖമായിട്ട് ഉറങ്ങി അമ്മയുടെ ചക്കരക്കുട്ടി. ചക്കര പെണ്ണാണോ? സീതയെടുത്ത് രാത്രി ബാലേട്ടനെയും കൂട്ടി മുറിയിലേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. കുട്ടുവിനെ ഇനിയും പൂർണ്ണ വിശ്വാസമായിട്ടില്ല സീതയെടുത്തേക്ക്, അല്ലേ? സിജ, അത് തന്നെയാ കാര്യം. കുഞ്ഞുമണിയെ കുട്ടു എന്തെങ്കിലും ചെയ്യുമെന്ന് അനാവശ്യമായിട്ട് സീതയെടുത്ത് പേടിക്കുന്നു. അതിന്റെ ആദിയിലല്ലേ സീതയെടുത്ത് ഓടിക്കറിച്ച് വന്നത്. ഈ സംഭവമൊന്നും ഞാൻ കുട്ടുവിനോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞ ആ മനസ്സിൽ അതൊരു കരടായിട്ട് മാറും. തെളിഞ്ഞ ആകാശം പോലെയാ കുട്ടുവിന്റെ മനസ്സിപ്പോ. സീതയെടുത്തേക്ക് ഒട്ടും സംശയം വേണ്ട. എല്ലാ നിലയിലും പൂർണ്ണ പക്വത വന്ന ആളാ എന്റെ കുട്ടു. നല്ല പരിചയസമ്പന്നെ പോലെയാ കുട്ടിമണി കുഞ്ഞുമണിയെ നോക്കുന്നേ. സിജൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. ശരിയായിരിക്കാം എന്നല്ല, ശരിയാണ്. ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചു തരുന്നത് പോലെ കുഞ്ഞുമണിയെ ഞാൻ നിങ്ങൾക്ക് തന്നത്. മുറിച്ചു മാറ്റിയ ഭാഗത്തെ മുറിവ് അത്ര വേഗത്തിലൊന്നും ഉണങ്ങില്ലല്ലോ സിജ. അതിന്റെ നീറ്റല് പറഞ്ഞറിയിക്കാനോ ആവില്ല. പഠിപ്പും വിവരവും ജീവിതാനുഭവങ്ങളുള്ള സീതയെടുത്ത് ഇങ്ങനെയാണെങ്കിൽ കുട്ടുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ചെറിയൊരു വേദന പോലും അവൾക്ക് സഹിക്കാൻ പറ്റുമോ? ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സീതയെടുത്ത് മുറി വന്ന് കുഞ്ഞുമണിയെ നന്നായി ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞില്ലേ? അത് കുട്ടുവിനെ വേദനിപ്പിച്ചിരുന്നു. ഏറെ പണിപ്പെട്ട ഞാൻ കുട്ടുവിനെ സമാധാനിപ്പിച്ചത്. ഓരോരുത്തർ ചെയ്യുന്നതിനും പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ വ്യക്തമായി മനസ്സിലാകും കുട്ടുവിന്. നേരിയ ഭാവമാറ്റം വന്നാൽ പോലും കുട്ടു അത് പിടിച്ചെടുക്കും. അതുകൊണ്ടാ രാത്രിയിലെ സംഭവം ഞാൻ അവളോട് പറയാതിരുന്നത്. സീതയെടുത്തി, ഇനി അങ്ങനെ ഉണ്ടാവരുത്. ശാസിക്കാനും ഉപദേശിക്കാനും കാര്യബോധത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കാനും പ്രാപ്തിയുള്ള സീതയെടുത്തിയാ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആ സീതയെടുത്തി ഞങ്ങൾക്കൊരു മാതൃകയാണ്. ആ പിന്നെ സീതയെടുത്തി, കുഞ്ഞുമണിയുടെ പേരിലുള്ള കണക്കറ്റ സ്വത്തിന്റെ അവകാശം തിരികെ കൊടുക്കാൻ പോവുക. അർഹതയില്ലാത്ത ആ സമ്പത്തായിരുന്നു ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. വയലോരം വീടിനെ കടപുഴക്കിയ ആ പ്രമാണം കൂടി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. നന്നായി സിജ ആ തീരുമാനം. അതൊരു ശാപമായി വയലോരം വീടിനെ മൂടി നിൽക്കുകയായിരുന്നു. മണ്ണും പണവും തന്നെയാ എല്ലാ യുദ്ധങ്ങൾക്കും കാരണം. ആ സ്വത്തിന്റെ പേരിൽ ഇവിടെ ചോര പോലും വീണില്ലേ? പ്രമാണം തിരിച്ചു കൊടുക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ എന്റെ കുഞ്ഞോണിയെ? മനുഷ്യനാണോ കുഞ്ഞോണി എടുത്തോണ്ട് വന്നേ?
ആ ആ അതെ. അതെ, ഞാനൊരു അത്ഭുതം കാണിച്ചാൻ പോവാ. അത് കാണുമ്പോ നിങ്ങളൊക്കെ ഞെട്ടും. അതെന്താണാവോ ഞെട്ടിക്കുന്ന അത്ഭുതം? അത് നേരത്തെ പറഞ്ഞാൽ ഞെട്ടാൻ പറ്റുമോ? ആ. ഞാൻ കാണിക്കാം. കുഞ്ഞാണിങ്ങ ഇപ്പൊ കാണിക്കാമേ അത്ഭുതം. അപ്പൊ എല്ലാരും ഞെട്ടും. അല്ലട ചക്കര. കാര്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ബായ് ഒന്നും മിണ്ടണില്ലല്ലോ. എന്താ ബായ്? കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ വരിക കാര്യങ്ങൾ. എന്തു പറ്റി ബായ്? കുഞ്ഞുമണിയെ കുട്ടുവിന് വിട്ടുകൊടുക്കുന്നതിൽ സീതയെടുത്തി കാണിച്ച വൈമനസ്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം. അത് മാറിയപ്പോൾ പുതിയതൊന്നുണ്ടായി. കുട്ടിമണിയെ സംശയം. സംശയോ? ബായ് എന്തൊക്കെയാ പറയണ? അസുഖം സുഖപ്പെട്ട് കുട്ടിമണി സാധാരണ നിലയിലേക്ക് എത്തിയെന്ന് സീതയെടുത്തി വിശ്വസിക്കുന്നില്ല. ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി പിച്ചളെ. ഞങ്ങൾക്കൊപ്പം കിടക്കുന്ന കുഞ്ഞുമണിയെ കുട്ടു അപായപ്പെടുത്തുന്നതായി സ്വപ്നം കണ്ട് സീതയെടുത്തിയും ബാലേട്ടനും കൂടി ഞങ്ങളുടെ മുറിയിലേക്ക് ഓടിക്കേറി വന്നു. സുഖമായി ഉറങ്ങുന്ന കുട്ടുവിനെയും കുഞ്ഞുമണിയെ കണ്ടപ്പോഴാണ് സീതയെടുത്തിക്ക് ശ്വാസം നേരെ വീണത്. ആദ്യം എന്താണ് സംഗതി എന്ന് എനിക്ക് പിടിയിട്ടില്ല. പിന്നെ മനസ്സിലായി സീതയെടുത്തിക്ക് കുട്ടുവിലുള്ള പേടി. ഈ സംഭവം കുട്ടിമണി പെങ്ങൾ അറിഞ്ഞോ? ഇല്ല, അറിയിച്ചിട്ടില്ല. അറിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് മാറിപ്പിച്ചളെ. കുഞ്ഞുമണിയുടെ കാര്യത്തിൽ സീതയെടുത്ത് അമിത ശ്രദ്ധ കാണിക്കുന്നത് പലപ്പോഴും കുട്ടിമണിക്ക് പിടിക്കുന്നുമില്ല. അതിനിടയിൽ ഇതും കൂടി അറിഞ്ഞാൽ കുഞ്ഞു മനസ്സാ കുട്ടുവിൻ്റെ എന്ന് പിച്ചളയ്ക്ക് അറിയാലോ. സീതയെടുത്തിയ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നു ബായ്. കുറെ പറഞ്ഞു. ഞാൻ മാത്രമല്ല, ബാലേട്ടനും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക സീതയെടുത്തിയോട്. സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള അന്ധത വൻ അപകടമായി തീരുന്നത് ഇങ്ങനെയൊക്കെയാ. കുട്ടിമണി പെങ്ങളെ പോലെയാണോ സീതയെടുത്തി? സീതയെടുത്തിക്ക് എല്ലാരെക്കാട്ടും പഠിപ്പും വിവരമൊക്കെ ഉള്ളതല്ലേ? എന്നിട്ടെന്താ ഇങ്ങനെ? അതങ്ങനെയാ പിച്ചളെ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകളെല്ലാം സ്വാർത്ഥരാകും. അവിടെ അറിവും ബോധമൊന്നും ഒരു മാനദണ്ഡമായിട്ട് വരില്ല. എത്ര പഠിപ്പുണ്ടെങ്കിലും അവർ സാധാരണ പെണ്ണായിട്ട് മാറും പിച്ചളെ. എന്താ ബായത്? ഇതൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ ശരിയാവും. എന്തെല്ലാം ഭീകരമായ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് നമ്മൾ. അതിനൊക്കെ അതിജീവിച്ച് ഇവിടെ എത്തിയില്ലേ? അതുമായി തട്ടിച്ചു നോക്കുമ്പം ഇതൊക്കെ നിസാരം. പായക്കപ്പലിൽ ഇന്ത്യൻ മഹാസമുദ്രം ചുറ്റിക്കറങ്ങി വന്ന ആള് ചെറിയൊരു നീന്തൽ കുളത്തിൽ വീണ മുങ്ങിച്ചാവോ? ഇല്ല. ഏറിയ 2 ദിവസം അതിനുള്ളില് ഈ പ്രശ്നം തീർന്നിരിക്കുന്നു എന്റെ മനസ്സ് പറയണു. ബായ് ടെൻഷൻ അടിക്കാതിരിക്കും. പിച്ചളുടെ നല്ല മനസ്സ് പറയുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ. അല്ല ബായ്, ബാലേട്ടൻ കട തുടങ്ങിയില്ലേ? നമ്മുടെ ജോലിക്കാരും പിച്ചൾ അന്വേഷിച്ചായിരുന്നു. അന്വേഷിച്ചു. കാര്യമായ മുടക്കുമുതലൊന്നുമില്ലാതെ. അതൊരു വലിയ വിഷയം തന്നെയാണ്. ബാലേട്ടനും എൻ്റെ കാര്യത്തിൽ ആശങ്കയാ. ബാലേട്ടൻ തന്നെ രവിയേട്ടൻ്റെ സഹായത്തിലാണ് കട തുടങ്ങിയത്. അങ്ങനെയുള്ള ബാലേട്ടന് പരിമിതികളുണ്ട്. കുട്ടികളുടെ ചോറൂണാവുമ്പോഴേക്കും കയ്യിലൊന്നുമില്ലെങ്കിൽ അതൊരു നാണക്കേടാ. അതിനു മുമ്പ് ഒരു ജോലി തരപ്പെടുത്തണം. ഒക്കെ ശരിയാവും ബായ്. ഇത്തിരി തടസ്സങ്ങൾ ഉണ്ടാവണം നല്ലതാ. പിന്നീട് അങ്ങോട്ട് സ്മൂത്തായി പോയിക്കോളും. അതിനിടയിൽ വേറൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. അതെന്ത് കാര്യ ബായ്? അതൊക്കെ ഉണ്ട്. ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ചായ. ബാലൻ പഴയ കട വീണ്ടും തുടങ്ങാൻ പോവാ. അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ. കട തുടങ്ങാൻ ബാലനെ സഹായിക്കുന്നത് രവിയാ. ബാലന്റെ കട എങ്ങനെ അടച്ചു പൂട്ടേണ്ടി വന്നതെന്ന് വല്യണ്ണൻ അറിയാലോ. വല്യണ്ണനോട് മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നേ വരെ. ആദ്യമായിട്ട് പറയുവാ. വല്യണ്ണൻ കാണിച്ചത് നന്ദികേടാ. എല്ലാം തികഞ്ഞവരായിരുന്നില്ലല്ലോ നമ്മള്. കുറ്റങ്ങളും കുറവുകളും ചിക്കിച്ചെകഞ്ഞ് നോക്കിയിട്ടില്ല ഇന്നേ വരെ വയലോരം വീട്ടുകാരും. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ ബാലന്റെ കട പൂട്ടാൻ കാരണക്കാരനായ വല്യണ്ണനോട് ആരും എതിർത്തൊന്നും പറയാതിരുന്നത്.
അന്നങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വലിയ മനസ്താപവും കുറ്റബോധവും ഒക്കെ ഉണ്ട് വനജെ. പൂക്കുടി രാഘവൻ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചു പോയി. ആ, അങ്ങനെ പറ്റിപ്പോയതാ. ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു തോന്നലായിരുന്നു എനിക്ക്. ആ, എന്നെ പേടിച്ച് നീ ഒന്നും പറയില്ല. ഞാൻ എങ്ങനെ പറയും? എന്റെ ലോകം വല്യണ്ണനാ. പിന്നെ പറയേണ്ടത് എൻ്റെ ഭാര്യ. അവൾക്കാണെങ്കിൽ ദീപസ്തംഭം മഹാച്ചരി. എനിക്കും കിട്ടണം പണം എന്നൊരു ചിന്തയേ ഉള്ളൂ. അത് നേരാ. അതുകൊണ്ടാണല്ലോ വയലോരം വീട്ടിലേക്ക് മോളെയും കൂട്ടി കുടിയേറി പാർക്കാൻ പോയത്. മഹാദേവൻ തമ്പി സാറ് കുഞ്ഞുമണിയുടെ പേരിൽ എഴുതി വെച്ച കണക്കറ്റ സ്വത്തിലായിരുന്നു നാത്തൂന്റെ കണ്ണ്. കുഞ്ഞുമണിയിലൂടെ അത് സ്വന്തമാക്കാൻ 18 അടവും പയറ്റി നോക്കിയതാണ്. അതിനുവേണ്ടി നകുലിനെ വരെ കളത്തിലിറക്കിയില്ലേ? ഈ ജന്മത്തിൽ മാത്രമല്ല, എത്ര ജന്മങ്ങളുണ്ടോ അതിലെല്ലാം ബാലന്റെ മാത്രം ഭാര്യയായിരിക്കും സീതയെന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും വായടഞ്ഞു. അതോടെ നകുലിനും പിന്തിരിഞ്ഞു. ഒരു പെണ്ണിന്റെ മനസ്സ് ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തിയോ നേടാനാവില്ലെന്ന് നകുലൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതിനിടയില് വേറൊരു നാടകവും കൂടി നടത്തി നോക്കിയല്ലോ നാത്തൂൻ, രവിയെ കൊണ്ട് മോളെ കെട്ടിക്കാൻ. അതും നടന്നില്ല. അതിന്റെ എല്ലാം കലിയില നാത്തൂനിപ്പം. അവളോട് പോവാൻ പറ. നേർവഴി മുന്നിലുണ്ടായാലും വളഞ്ഞ വഴിയിലൂടെ അവൾ സഞ്ചരിക്കൂ. അല്ല, അതിരിക്കട്ടെ, രവി ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെയാണോ? അതെ, അവിടെ തമ്പിസാറിന്റെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്നത് രവിയല്ലേ. തമ്പിസാറിന് സ്വന്തം മോന്റെ സ്ഥാനത്താ രവി. തമ്പി ആളൊരു തറവാടിയാ. എന്നാലും തമ്പിയുടെ മകളുമായി ഭാര്യാഭർത്ത് ബന്ധമല്ലാത്ത സ്ഥിതിക്ക് അവിടെ നിൽക്കുന്നതിൽ ഒരൗചിത്യക്കുറവില്ലേ? ഒരു കുറവുമില്ല. തമ്പിസാറ് രവിയെ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് പോയതല്ലേ. അതൊരു വാശിയും കൂടിയാ. അഹങ്കാരികളായ ഭാര്യയും മകളെയും തമ്പിസാറ് എഴുതി തള്ളി പടിക്ക് പുറത്താക്കിയില്ലേ. മകളിപ്പ ഭ്രാന്താശുപത്രിയിലുമായി. അതൊക്കെ ശരി തന്നെ. തമ്പി ഒരു വശത്ത് വാശിയും മറുവശത്ത് രവിയോടുള്ള സ്നേഹവും കാണിക്കുക. അവിടെ കുടുങ്ങിപ്പോകുന്നത് രവിയുടെ ജീവിതമല്ലേ. വല്യണ്ണൻ എന്താ പറഞ്ഞു വരുന്നത്? രവിക്കും വേണ്ടി ഒരു കുടുംബജീവിതമെന്ന്. ഇപ്പോഴൊന്നും മനസ്സിലായില്ല. ജോലിത്തിരക്ക്, പണം, ആൾക്കാര്, യാത്രകള്, ഒന്നിനും സമയം തികയുകയില്ല. കുറെ കഴിയുമ്പോൾ ഒരു ശൂന്യത വരും. എല്ലാവരും ഉണ്ടായിട്ടും ഞാനും ഒരുതരം ശൂന്യത അനുഭവിക്കുന്നുണ്ട്. അപ്പം ആരുമില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? ബാലന്റെ കട പൂട്ടിയതിന് കാരണക്കാരൻ വല്യണ്ണനാണെന്ന് ഞാൻ പറഞ്ഞത് അധിക പ്രസംഗമായി പോയോ? ഏയ്, നീ പറഞ്ഞില്ലെങ്കിലും അതിൽ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറ്റബോധം കൊണ്ട് മാത്രം കാര്യമില്ല, ആ തെറ്റ് തിരുത്തണം. എങ്ങനെ? ആ, ഒരു വഴി കണ്ടെത്തണം. രവിയുടെ സാമ്പത്തിക സഹായത്തോടെ ബാലൻ കട തുടങ്ങിയല്ലോ. ആ, അപ്പോൾ വേറൊരു വഴി നോക്കാം. എന്തു വഴിയാണാവോ വല്യണ്ണം കണ്ടുവച്ചിരിക്കുന്നത്? കരയല്ല മോളെ, മോക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഓ ഇല്ല 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 ഇല്ല, പോട്ടെ പോട്ടെ, കരയല്ല. അല്ല കുഞ്ഞോനെ എന്തിനാ കരയുന്നത്? ഓ ഓ ഓ ഓ ഓ ഓ കരയില്ല മോളെ. മോളുടെ അമ്മയല്ലേ പറഞ്ഞ കരയില്ല കരയില്ല. ഇല്ല 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 ഇല്ല, വേണ്ട വേണ്ട. കുഞ്ഞുമണി ഒറ്റയ്ക്കാക്കിയിട്ട് കുട്ടുമണി എങ്ങോട്ടാ പോയത്? മുട്ടിലിഴഞ്ഞു പോയി. കുഞ്ഞുമണി ഇപ്പൊ അപകടം വരുത്തി വെച്ചേനെ. ചെറിയ കുട്ടികളാവുമ്പോ മുട്ടിലേഞ്ഞല്ലേ പോവാ. അങ്ങനല്ലേ നടക്കാൻ പഠിക്കുക. ഞാനും വല്യച്ചൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? അതല്ല കുട്ടിമണി, ഇത് വല്യച്ചി പേടിക്കണ്ട. എന്റെ കുഞ്ഞുമണിക്ക് ഒരപകടവും ഉണ്ടാവത്തില്ല. എന്നെ പോലെ മിടിക്കാവള് അല്ലടാ, അങ്ങനെയല്ലേ?
Yeah.